സുമൻ സാറാണ്. മറ്റൊരു CBSE 10th ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഏറ്റവും ബെസ്റ്റ് ചാപ്റ്റർ, കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ചാപ്റ്ററായ ട്രിഗണോമെട്രിയിൽ നിന്നുമാണ്. ഞാൻ ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ ചുമ്മാ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. പലർക്കും ഇത് അത്ര ഇഷ്ടമല്ല എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം ഇത് നമുക്ക് ചെയ്യാൻ ഇത്തിരിയേറെ ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് റിസൾട്ട് പഠിക്കണം, പിന്നെ സിംപ്ലിഫിക്കേഷൻസ് പഠിക്കണം, പല കാര്യങ്ങളും ഇങ്ങനെ ഓർത്തെടുത്ത് ചെയ്യാം. മിക്കവാറും കുട്ടികൾക്ക് പഠിച്ചത് ഒന്ന് വന്നില്ലെങ്കിൽ പ്രശ്നമാവും. ഓക്കെ, ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് ബോർഡ് എക്സാമിന് വന്ന ക്വസ്റ്റൻ ആണ്. പഠിച്ചോണം. നമ്മൾ ഇങ്ങനത്തെ റിവിഷൻ ക്ലാസ്സസ് ഇനിയും വരും. പിന്നെ ഫുൾ ക്ലാസ്സിന് വേണ്ടി നിങ്ങൾക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. താഴെ തന്നുള്ള നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ക്ലാസ് എല്ലാം കണ്ട ശേഷം ഉറപ്പായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നല്ലതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി പഠിച്ച് എല്ലാ പ്രോബ്ലംസിനെയും നമ്മുടെ കേസിൽ ഉൾപ്പെടെ എല്ലാത്തിനെയും നന്നായിട്ട് ചെയ്യാനുള്ള രീതിയിലുള്ള പ്രാക്ടീസ് എല്ലാം തരുകയും ചെയ്യും. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. പ്രൂവ് ദാറ്റ് റൂട്ട് ഓഫ് CK - 1 by CK plus 1 പ്ലസ് റൂട്ട് ഓഫ് CK plus 1 by CK - 1 തിരിച്ചു മറിച്ചും ഈസ് ഈക്വൽ ടു 2 cosK. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിനെല്ലാം സെപ്പറേറ്റ് ഒന്ന് റൂട്ട് ആക്കണേ. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് CK - 1 by റൂട്ട് ഓഫ് CK plus 1 പ്ലസ് ഇവിടെ വരുമ്പോൾ റൂട്ട് ഓഫ് CK plus 1 by റൂട്ട് ഓഫ് CK - 1. ഇങ്ങനെ എല്ലാത്തിനെയും സ്പ്ലിറ്റ് ചെയ്ത് എല്ലാ റൂട്ടുകളാക്കി. എന്നിട്ട് നമുക്ക് നോക്കിക്കേ, ഇത് രണ്ട് ഫ്രാക്ഷൻസുകളല്ലേ. ഫ്രാക്ഷൻസുകൾ വരുമ്പോൾ നമ്മൾ മെത്തേഡ് ഓഫ് എന്ത് അപ്ലൈ ചെയ്യണം? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മീൻസ് LCM. ഓക്കെ, അപ്പൊ ഇവന് ഇങ്ങോട്ട് വരും, ഇങ്ങോട്ട് വരും, ഇത് കേട്ടോ. അപ്പൊ ഇവന് ഇങ്ങോട്ട് വരുമ്പോൾ റൂട്ട് ഓഫ് CK - 1 ഇൻറ്റു റൂട്ട് ഓഫ് CK - 1 റൂട്ട് ഓഫ് CK - 1 ഹോൾ സ്ക്വയർ ആകത്തില്ലേ മോനെ? ഇത് ഇങ്ങോട്ട് വരുമ്പോൾ ഓൾറെഡി ഇവിടെ റൂട്ട് ഓഫ് CK - 1 ഇവനോട് ഇവിടെ 2 തവണ ആകത്തില്ലയോ? ഹോൾ സ്ക്വയർ ആകുമ്പോൾ റൂട്ട് പോയി, ബാക്കി എത്രയായി? CK - 1 പ്ലസ്. ഓക്കെ, അപ്പൊ ഇത് ഇവിടെ വരുമ്പോൾ നോക്കിക്കേ, ഇവിടെ ഓൾറെഡി റൂട്ട് ഓഫ് CK plus 1, പിന്നെ റൂട്ട് ഓഫ് CK plus 1 റൂട്ട് പോയി, CK plus 1 എന്ന് വരും. ഓക്കെ അല്ലേ? ദാറ്റ് ഈസ് CK plus 1 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് CK plus 1 ഇൻറ്റു റൂട്ട് ഓഫ് CK - 1. ഇവിടെ സെയിം അല്ല, ഇത് പ്ലസും ഇത് മൈനസും ആണ്. അപ്പൊ റൂട്ടിനുള്ളിൽ നമ്മൾ ഇങ്ങനെ എഴുതണം, CK plus 1 ഇൻറ്റു ആരാണ്? CK - 1. ഓക്കെ, അപ്പോൾ ഇവിടെ വന്ന് ഇതങ്ങോട്ട് വന്ന് ഇത് ഇൻറ്റു ചെയ്ത്. ഓക്കെ, അപ്പൊ ഇവിടെ ഈ -1ഉം ഈ +1ഉം ക്യാൻസൽ ആയി കഴിഞ്ഞാൽ ബാക്കി നമുക്ക് കിട്ടുന്ന ന്യൂമറേറ്റർ ആരായി? 2CK ബൈ ഇത് റൂട്ടിനുള്ളിൽ A + B ഇൻറ്റു A - B. വാട്ട് ഈസ് A + B ഇൻറ്റു A - B? A സ്ക്വയർ മൈനസ് B സ്ക്വയർ. ദാറ്റ് ഈസ് റൂട്ടിനുള്ളിൽ C² A - 1 എന്ന് കിട്ടും. ശരിയല്ലയോ? CK plus 1 ഇൻറ്റു CK - 1 A + B ഇൻറ്റു A - B. A സ്ക്വയർ മൈനസ് B സ്ക്വയർ, C² - 1. ഓക്കെ, അപ്പൊ C² - 1. വാട്ട് ഈസ് C² - 1? tan square. That is equal to 2CK divided by root of ആരെന്നായി? tan square എന്നായി. അങ്ങനെ റൂട്ടിൽ നിന്ന് പുറത്തു വരാൻ എല്ലാ സാഹചര്യമായി. ദാറ്റ് ഈസ് 2CK divided by tan A. ഓക്കെ, ഇനി ഇതിൽ നിന്ന് സിംപ്ലിഫൈ ചെയ്താൽ ആൻസർ ഈസ് 2 into CK can be ആരമോനെ 1 by cos A, tan A can be ആരമോനെ sin A by cos A. ഓക്കെ, അങ്ങനെ വരുമ്പോൾ നോക്കിക്കേ, cos A കോമൺ ആയിട്ടുള്ള ഡിനോമിനേറ്റേഴ്സ് ക്യാൻസൽ ആയി. ഇല്ലെങ്കിൽ ഇതിനെ തിരിച്ചിട്ട് ഇൻറ്റു ചെയ്താലും ക്യാൻസൽ ആവും. നമുക്ക് അത്രയും സമയം കളയില്ല. 1 by cos A, sin A by cos A കോമൺ ഡിനോമിനേറ്റർ ആയി, ക്യാൻസൽ ആയി. ബാക്കി ഇപ്പൊ ആരൊക്കെ ഉണ്ട് മോനെ? ബാക്കി ആരൊക്കെ ഉണ്ട്? മണ്ടയ്ക്ക് ഒരു 2 ഉണ്ട്, താഴെ ഒരു sin A ഉണ്ട് അല്ലേ? ദാറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് 2 by ആരായി? sin A. 2 by sin A എന്ന് പറഞ്ഞാൽ 2 into 1 by sin A എന്നല്ലയോ? ശരിയല്ലേ? 2 by sin A എന്ന് പറഞ്ഞാൽ 2 into 1 by sin A. വാട്ട് ഈസ് 1 by sin A? ആരാമോനെ cosec. ശരിയല്ലയോ? 1 by sin cosec. അപ്പൊ 2 into 1 by sin A എന്ന് ദാറ്റ് ഈസ് 2 into cosec A. പ്രോബ്ലം ആയി. ഓക്കെ, ഇത്ര ഉള്ളായിരുന്നു, വലിയ സ്റ്റെപ്പ് ഒന്നും ഇല്ല അല്ലേ? അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അങ്ങോട്ട് എഴുതുക. ആദ്യം എന്ത് ചെയ്യണം? റൂട്ടുകളെല്ലാം സ്പ്ലിറ്റ് ചെയ്യുക. നെക്സ്റ്റ് മെത്തേഡ് ഓഫ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ന്യൂമറേറ്റർ റൂട്ട് എല്ലാം പോകും. ഡിനോമിനേറ്റർ റൂട്ടിനുള്ളിൽ A + B ഇൻറ്റു A - B ആകുമ്പോൾ A² - B² ക്യാൻ ബി ഹിയർ C² - 1. C² - 1 റൂട്ട് ഓഫ് tan സ്ക്വയർ. അത് പുറത്ത് വരുമ്പോൾ tan A മണ്ടയ്ക്ക് ക്യാൻസൽ ആയിക്കൊണ്ട് 2CK ആയി. ഇപ്പൊ 2CK by tan A എന്നുള്ളതിനെ CK 1 by cos A ആക്കുന്നു, tan A sin A by cos A ആക്കുന്നു, cos A ക്യാൻസൽ ആകുന്നു, 2 by sin A becomes 2 cosec. ഓക്കെ ആണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തേരെ. ഗുഡ് ബൈ.